റിലീജിയൻ സൊസൈറ്റി ഡിസ്കസ് ചെയ്യപ്പെടുന്നത് നമുക്ക് എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ടൊരു നേട്ടം, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി കിട്ടുക, അല്ലെങ്കിൽ നമ്മുടെ അസുഖം മാറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് കുറേ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ മതി, അത്തരത്തിലുള്ള ഒരു മെസ്സേജാണ് ആക്ച്വലി കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവം നമ്മളെ ശിക്ഷിച്ച് കളയും. പക്ഷെ അതിനേക്കാൾ ഉപരി ഇതിനകത്ത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മോറൽ വാല്യൂസ് ആണ്. ഇപ്പം ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് ലൈഫ് എങ്ങനെ കണ്ടക്ട് ചെയ്യണമെന്നുള്ളത് അവർക്കറിയില്ല. നമ്മളുടെ ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നമുക്ക് ലൈഫ് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല, ലോകത്തിലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചും കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല, ഒരു ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് നമുക്ക് ലൈഫ് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ലൈഫ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം, ഒരു യൂണിഫൈങ് ആയിട്ടുള്ള, ഒരു റൂൾ ബേസ്ഡ് ആയിട്ടുള്ള, ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ, ഫ്രെയിം വർക്ക് നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിന് പ്രൊവൈഡ് ചെയ്യുന്നത് എപ്പോഴും റിലീജിയസ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ റിലീജിയൻ അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നത്.